ഹായ് ഓൾ 2025 നീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യുമെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിചയവേണ്ട സൈലത്തിൻ്റെ ഓൺലൈൻ റിപ്പീറ്റിംഗ് പ്രോഗ്രാമിനെ പറ്റിയാണ്. സൈലത്തിൻ്റെ ഓൺലൈൻ റിപ്പീറ്റിംഗ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് 2 ബാച്ചുകൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒന്ന് ധീര, അതേപോലത്തെ ഒന്ന് ഫീനിക്സ്. ധീര എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമലി റിപ്പീറ്റേഴ്സ് ബാച്ചും, ഫീനിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ചും. ഈ 2 ബാച്ചിൽ വന്നാലും സാർ എന്താ ബെനിഫിറ്റ്സ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. യെസ്, ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് എക്സാം സ്ട്രക്ചർഡ് ആയുള്ള എക്സാം സീരീസാണ്. ഒന്ന് GIB, ഒന്ന് AITS ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലും. അതായത് മന്ത്ലി നടക്കുന്ന എക്സാംസ് ആണ് നമ്മൾ സീരീസ്ലി പറയുന്ന GIB. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു, അതേപോലെ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ, ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു. അതേപോലെ ഓരോ വീക്കിലും നിങ്ങൾ എക്സാംസ് എഴുതി, ഓരോ ആഴ്ചയിൽ വീക്കിലി നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. അങ്ങനെ വീക്കിലി എക്സാംസ് എഴുതി മന്ത് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി നീറ്റ് പക്കാ മോഡലായിട്ട് നിങ്ങൾക്ക് മന്ത്ലി എക്സാംസ് ഉണ്ടാവും. ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, സാർ ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ എക്സാം എഴുതുന്നതിന് പകരം ഓഫ്ലൈനായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ? അതാണ് നിങ്ങൾക്ക് മുന്നിൽ സൈഡിൽ വെച്ചിരിക്കുന്ന GIB. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എന്ത് ചെയ്യാം? GIB എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് സൈലം വെക്കുന്ന ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സൈലത്തിൻ്റെ ഏറ്റവും യുണീക്ക് ഫീച്ചറുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് നീറ്റ് മോഡൽ എക്സാമാണ് സൈലത്തിൻ്റെ GIB. ആ GIB എക്സാംസ് മന്ത്ലി നിങ്ങൾക്ക് നടക്കും. ഈ 2 ബാച്ചിനും മന്ത്ലി GIB എക്സാംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കും. GIB എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ റാങ്ക് എത്രത്തോളമാണ്, അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഓരോ കണ്ടൻറ്റും എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എങ്ങനെ യൂസ് ചെയ്യണം, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഫീൽ, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു അല്ലേ, അതേപോലെ തന്നെ എക്സാം ഹാളിൽ ഓരോ എക്സാം GIBs കഴിയുമ്പോഴും എങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഓരോ എക്സാംസ് എഴുതി കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ വീക്ക്ലി ടെസ്റ്റിൻ്റെ കൂടെയും GIBയിലൂടെയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അടുത്ത എക്സാം സീരീസാണ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഈ നീറ്റ് ആണ് നാഷണലൈസ്ഡ് എക്സാം അല്ലേ, നാഷണൽ ലെവലിലുള്ള എക്സാമാണ്. നാഷണൽ എല്ലാ കുട്ടികളെയും കൂടി നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതാണ്. PWSൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു അവസരമാണ് AITS. അതായത് ഓൾ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളെയും കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് എൻ്റെ റാങ്ക്, എത്രത്തോളമാണ് എൻ്റെ മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ AITS എന്നുള്ള എക്സാമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ AITS എക്സാംസ് എഴുതുമ്പോൾ ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, അതായത് എൻ്റെ മാർക്കിൽ എന്തൊക്കെ വേരിയേഷൻ വരുത്തണം, ഇനി ഓൾ ഇന്ത്യയിൽ എൻ്റെ റാങ്ക് ഏകദേശം ഇത്രയാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനനുസരിച്ച് എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കണം എന്നൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ GIBയും AITSും എഴുതി നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ യുണീക്ക് ഫീച്ചറുള്ള നമ്മുടെ സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് ഫീനിക്സും ധീരയും. എന്താ ധീര എന്ന് ഞാൻ പറഞ്ഞു, റിപ്പീറ്ററാണ്. ഫീനിക്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്ററാണ്. ഈ 2 ബാച്ചിൻ്റെയും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് സൈലത്തിൻ്റെ കൂടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ബാച്ചിന് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.